നമുക്ക് ഉള്ളി കൃഷി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനേ ഇവിടെ ഉള്ളി പാകിയിട്ടത് ഇതുപോലെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ കളയണ ഇതിലും ചെറിയ ഉള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്താൽ മതി നമുക്ക് പാകാനായിട്ട്. ഇത് വിത്ത് പാകിയാൽ വലിയ പ്രയാസമാണ് അതിന് ആ തൈ ഒന്ന് വളർത്തിക്കൊണ്ട് വരാനൊക്കെ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി ചെയ്താൽ പറ്റും. ഇത് നമ്മളിങ്ങനത്തെ ഒരു ഉള്ളി എടുത്തിട്ട് ഇതിൻ്റെ ഈ വേര് തന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ചെറുതായിട്ട് നഖം കൊണ്ട് അടർത്തി കളയുക. കുഞ്ഞായിട്ട് അടർത്തിയാൽ മതി, അത് കയറ്റി അടർത്തരുത്. കയറ്റി അടർത്തിയാൽ പിന്നെ അതിൻ്റെ ആ വേര് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് ഈ ഭാഗം ഒന്ന് അടർത്തി കളഞ്ഞിട്ട് മണ്ണിലേക്ക് മടലും മണ്ണും കൂടെ ഉള്ള ഇത് വേണം കേട്ടോ. ഇങ്ങനെ അങ്ങ് കുത്തി കൊടുത്താൽ മതി. നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് ഇതുപോലെ വന്ന് കിട്ടും. ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും വേരൊക്കെ വന്നു. നമുക്കിതൊന്ന് പറിച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ വേര് വന്നു. ഇനി നമുക്ക് പറിച്ച് ഇതുപോലെ പാകി നടണം. പാകി നിർത്തിയിട്ട് ഈ പരുവത്തിലായി കഴിയുമ്പോൾ ഈ ഇലയും വരും. പിന്നെ ഇതുപോലെ വേരും വന്നു കഴിയുമ്പോൾ നമുക്ക് പറിച്ച് നടാം. പിന്നെ താമസിച്ച് കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ പാടായിരിക്കും കേട്ടോ. 3-4 ദിവസം ആകുമ്പോൾ നമുക്ക് പറിച്ച് നടാം. ഇതുപോലെ ആയി കിട്ടും. ഇതെല്ലാം അതുപോലെ ആയിട്ട് നിൽക്കുന്നതാണ്. നമുക്കിത് നട്ടു കൊടുക്കാം. ഞാൻ സ്ഥലം ഇവിടെ പച്ചക്കക്കാപ്പൊടി, കോഴിവളം, പിന്നെ ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, ഗോമൂത്രം എല്ലാം കൂടെ ഒഴിച്ച് സെറ്റാക്കി വെച്ചേക്കണം, റെഡിയാക്കി ഇട്ടേക്കണം കേട്ടോ. ഇതിൽ അവിടെയാണ് ഞാൻ പറിച്ചിടാൻ പോണത്. ഇത് കുറച്ചൊന്നും പറിച്ചുകൊണ്ട് പോവാം. നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് കട്ടി പിടിച്ചു, പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. നമുക്കിവിടെ നട്ടു കൊടുക്കാം. വേര് മൊത്തം അകത്ത് വരത്തക്ക രീതിയിൽ വേണം കുഴിക്കകത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാൻ. വേരൊടിഞ്ഞു പോകരുത്. ഇതുപോലെ നട്ടു കൊടുക്കുക. അങ്ങ് അറ്റം വരെ നട്ടു കൊടുക്കാം നമുക്ക്. ഓക്കെ. പിന്നെ ഇതിൽ 1-1.5 ആഴ്ചത്തേക്കുള്ള വളം ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിൽ വേറെ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഞാൻ ചീര പാകിയിട്ടുണ്ട്. ഈ ചീരയുടെ ഇടയ്ക്കാണ് നട്ടു കൊടുത്തേക്കുന്നത്. നമുക്കിതിവിടെ ഇതുപോലെ തന്നെ ഇത്ര അകലം വിട്ടാൽ മതി. ഒരു 2 തൈകൾ തമ്മിൽ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ.